ഒരു മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ എൽസമ്മ വരുന്ന ഒരു കാഴ്ച നമ്മൾ പ്രേക്ഷകർക്ക് ഇനി കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അതായത് എൽസമ്മയുടെ ഉദ്ദേശമെന്നത് അലീനയെ സ്റ്റാലിൻ്റെ ഒപ്പം നിർത്തുക എന്നത് തന്നെയാണ്. കാരണം സ്റ്റാൻലി ആരുടെ മുൻപിലും തല കുനിക്കുകയില്ല എന്നുള്ളൊരു കാര്യം എൽസമ്മയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവളുടെ മുൻപിൽ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലിനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് അലീനയെക്കൊണ്ട് കഴിയുമെന്ന് എൽസമ്മ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൽസമ്മയാണെങ്കിൽ അലീനയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്റ്റാലിൻ്റെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. തൻ്റെ ജീവിതം റീത്ത എന്ന തൻ്റെ സഹോദരിയെ ഉപേക്ഷിച്ചതുകൊണ്ട്, അതായത് അവരുടെ കൂടെ നിന്നതുകൊണ്ട് നശിച്ചു പോയതാണ്. സ്റ്റാലിനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്നതാണ് കാണാൻ സാധിക്കുക. അതായത് നമ്മുടെ റീത്ത തൻ്റെ ജീവിതം നശിപ്പിച്ചതാണെന്ന് നമ്മുടെ എൽസമ്മയ്ക്കറിയാം. കാരണം ഒരു പ്രശ്നവുമില്ലാത്ത തൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് കയറി വന്ന് എരിപിരി കയറ്റിയും കുറേ വിഷവിത്തുകൾ പാകിയും നശിപ്പിച്ച് കളഞ്ഞത് റീത്തയാണ് എന്നുള്ളൊരു ബോധ്യം എൽസമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൽസമ്മ കൂടുതലും എന്ത് ചെയ്യുന്നത്, ഈ ധ്യാനം, പള്ളി എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് എന്ന് കാണാം. അവിടെ ചെല്ലുമ്പോൾ എല്ലാം കൗൺസിലിംഗ് നടത്തുന്ന സമയവും ഒക്കെ അച്ഛന്മാർ എൽസമ്മയോട് പറയുന്നുണ്ട്, റീത്ത എന്ന സഹോദരി തന്നെയാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണമെന്ന്. അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ പോയി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ജീവിതവും ഭാവിയും ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം എങ്ങനെ അവിടേക്ക് പോകും എന്ന് ആലോചിച്ച് നിൽക്കുന്ന എൽസമ്മയ്ക്ക് വീണ് കിട്ടുന്ന ഒരു അവസരമാണ് ഈ അലീനയുടേത് എന്ന് കാണാം. അതായത് സ്റ്റാലിൻ്റെ മകളാണെന്നും പറഞ്ഞ് സ്റ്റാൻലി കൊണ്ട് നിർത്തി കഴിയുമ്പോൾ എൽസമ്മയാണെങ്കിൽ തൻ്റെ പണവും സ്വത്തും ഒക്കെ നഷ്ടപ്പെടുമെന്ന് കരുതി എൽസമ്മയല്ല, എൽസമ്മയോട് പറയാണ് റീത്ത, നീ പോയി സ്റ്റാലിൻ്റെ വീട്ടിൽ നിന്ന് അവളെ ഓടിച്ചിട്ട് തിരികെ വന്നാൽ മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മയാണെങ്കിൽ മക്കളെയും കൂട്ടിക്കൊണ്ട് അലീനയെ ഓടിക്കാനായിട്ട് പോവുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം എൽസമ്മ തിരിച്ചറിയുന്നുണ്ട്, സ്റ്റാലിനും തൻ്റെ മകളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് അലീനയ്ക്ക് സാധിക്കുമെന്ന്. അതിന് മുൻപ് തന്നെ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എൽസമ്മയോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. അലീനയെ ഓടിക്കാനാണ് നീ വന്നതെങ്കിൽ അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണെന്നും ആ ഉദ്ദേശം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് മറന്നു കളഞ്ഞേക്കാനായിട്ടും നമ്മുടെ സ്റ്റാൻലി എൽസമ്മയോട് പറയുമ്പോൾ എൽസമ്മ പറയുന്നുണ്ട്, അതായത് അലീനയെ ഓടിക്കാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾ മാറിയെന്നറിഞ്ഞപ്പോൾ, നിങ്ങളിൽ ചെറിയ മാറ്റമുണ്ടെന്നറിഞ്ഞപ്പോൾ അവളെ ഓടിക്കണ്ട എന്ന് എനിക്ക് തോന്നി എന്ന് പറയുന്നു. ഞാൻ കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതവും നിങ്ങളെയും മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിങ്ങൾ മാറിയില്ല. നിങ്ങളെ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ മക്കളെയും കൂട്ടി മാറി താമസിച്ചത്. എന്നിട്ടും നിങ്ങൾ മാറിയില്ല. അപ്പോൾ ഇവളുടെ മുൻപിൽ നിങ്ങൾ മാറിയെങ്കിൽ ഇവൾക്ക് എന്തോ ഒരു പവറുണ്ട് എന്ന് പറയുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇളക്കാൻ പറ്റിയ എന്തോ അവളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി പറയുന്നുണ്ട്,
അത് വേറെയൊന്നുമല്ല, സ്നേഹം തന്നെയാണെന്ന് പറയുന്നു. നീയും നിൻ്റെ മക്കളും സത്യം പറഞ്ഞാൽ എന്നെ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നതാണ് കാണാൻ കഴിയുക. നിനക്കും നിൻ്റെ മക്കൾക്കും പണത്തോട് മാത്രമായിരുന്നല്ലോ സ്നേഹം, തന്നോട് ഒരു തുള്ളി പോലും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ എൽസമ്മ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നെന്നും ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്നും പറയുന്നത് കാണാൻ കഴിയും. നിങ്ങളല്ലേ എന്നെ ഒഴിവാക്കിയത് എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. ഒടുവിൽ അലീന അവിടേക്ക് വരുമ്പോൾ അലീനയെ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ മകളായി താൻ സ്വീകരിച്ചോളാമെന്നും അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ എന്നും സ്റ്റാലിൻ്റെ മുഖത്ത് നോക്കി എൽസമ്മ പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ, പ്രേക്ഷകരെ.